ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കണ്ണൂരാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫില്ലിംഗ് വേറെ എന്തെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് എങ്ങനെയാണ് കൽമാസ് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കൽമാസ് എന്നാണ് പറയുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിന് വേണ്ടത് അരിപ്പൊടിയും അതേപോലെ തന്നെ മുട്ടയുമാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കണം. ഞാനപ്പോൾ ഒരു പാനിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉണ്ടാവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇവിടെ 3/4 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി എരിവില്ലാത്തതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കൂടുതലായിട്ടും കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നന്നായിട്ട് വരിക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 3 പുഴുങ്ങിയ മുട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇത് മുട്ടയുടെ മസാല ആയതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി കൂടുതൽ ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപ്പ് കുറവാണ്. നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് അധികം ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ മസാല കഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ മാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറിയുടെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5-8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്കിവിടെ ഒരു ബൗളിനകത്തോട്ട് ഞാൻ 2 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ്, വറുത്ത പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അവസാനം വേണമെങ്കിലും തേങ്ങ ചേർക്കാം. പക്ഷേ ആദ്യമേ ചേർക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും നന്നായിട്ട് അത് പിടിച്ച് കിട്ടും. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിരിക്കണം. കാരണം കുറേ ഹാർഡായി കഴിഞ്ഞാൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് വെള്ളം അത്യാവശ്യത്തിന് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മാവൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ആ മാവൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവുള്ളത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സിമ്പിളാണ് ഇനി ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വലുപ്പമുള്ള ബോൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് വലുപ്പമുള്ളതും അല്ലാത്തതും എടുക്കാം. പക്ഷേ വലുപ്പമുള്ളതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുമ്പത്തെ ചിക്കൻ്റെ റെസിപ്പി ഒത്തിരി പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ്. കണ്ണൂരിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൽമാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മസാല ഒന്ന് മുട്ട വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. ചായക്കടയിലൊക്കെ ഭയങ്കര ഫേമസ് ആണിത്. ഞാനിത് യൂട്യൂബിൽ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് ട്രൈ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. മസാല ഒരുപാട് വേണമെന്നില്ല, ഒരു 2 ടീസ്പൂണൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ നോക്കിയാൽ മതി. എന്നിട്ട് അറ്റം ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ.
ഇതാണ് അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം നന്നായിട്ട് ഇനി അടച്ചു കൊടുക്കണം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അരി അരച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അരിപ്പൊടി തന്നെ നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് അത് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം. നമ്മളിത് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ച് നെയ്യാണ് ഞാനിവിടെ തടവി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് ഏകദേശം ഒരു 20-25 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് ലെയർ മേലെ വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് അധികം സമയം എടുക്കേണ്ടി വരും. എനിക്കൊരു 25 മിനിറ്റൊക്കെയാണ് വേവാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് വെന്തോ നോക്കാം. അപ്പോൾ അതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ തൊടുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കണ പോലെ ഉണ്ടാവും, പക്ഷെ ചൂടാറുമ്പോൾ ശരിയായിക്കോളും. അതുപോലെ തന്നെ ഒരുപാട് മേലെ ഇട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും വേവിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ വേവുള്ളൂ. ഞാനിപ്പോൾ 2 ലെയർ മാത്രം ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മസാല ഉണ്ടാക്കുന്നുണ്ട്. ഒരു ബൗളിനകത്തോട്ട് ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് അത്ര എരിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനകത്തോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് കട്ടിയിലുള്ള മസാല വേണമെന്നില്ല. കാരണം നമുക്ക് ചെറിയൊരു കോട്ടിങ് കിട്ടിയാൽ മതി. അപ്പോൾ ഇത്തിരി ലൂസായിട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുക്കിയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല മസാല ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവണ വരെ തിരിച്ചു മറിച്ചോട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലാതെ നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി നേരമൊന്നും എടുക്കില്ല. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ സൈഡും ഇതേപോലെ തിരിച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മളിത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്യാതെ തന്നെ കൊടുക്കാം. കാരണം അരിമാവിൽ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ തന്നെ. അപ്പോൾ അത് നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിലാണ് കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് കൽമാസും ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതേ ഞാനിത് കട്ട് ചെയ്തത് ഇതേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ ഉള്ളിൽ മസാലയും അതേപോലെ തന്നെ പുറത്ത് ഈ ഒരു മസാലയുടെ കോട്ടിങ്ങും ഒക്കെ കൂടി വരുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ചിക്കൻ വെച്ചിട്ടുള്ള കൽമാസ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ കാണുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.